മലപ്പുറത്ത് നടന്ന ജില്ലാതല തദ്ദേശ അദാലത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തതിനെ സ്വാഗതം ചെയ്യുന്നതായി പഞ്ചായത്ത് ഭരണസമിതി വളാഞ്ചേരിയിൽ അറിയിച്ചു. റീടാറിംഗ് വർക്കുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വർക്കുകളും റീടെൻഡർ ചെയ്യാനാണ് ഭരണസമിതി തീരുമാനിച്ചത്. തുടർന്ന് റീടെൻഡർ ചെയ്യുകയും പൂർത്തിയാക്കി 23/1/2024 ഭരണസമിതിയുടെ മുമ്പാകെ ടെൻഡർ വീണ്ടും അംഗീകാരത്തിന് വേണ്ടി വന്നപ്പോൾ ആ ടെൻഡറിൽ പരാമർശിച്ച മുഴുവൻ വർക്കുകളും കരാറുകാർ കൂട്ട് ചെയ്തിരുന്നുവെങ്കിലും നേരത്തെ 16.10% കുറവിൽ രേഖപ്പെടുത്തിയ MCF നാളിതുവരെ ചെയ്യാത്ത പ്രവൃത്തിക്കും ഒരു നയാ പൈസ പോലും ചെലവഴിക്കാത്ത ഫണ്ടിനും വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ വഴി ഫയർ മനസ്സിലാക്കാതെ മന്ത്രിയും കൂട്ടരും UDF ഭരണത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്തിനെ താറടിച്ചു കാണിക്കാനും ഭരണസമിതിയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ടുകൂടി അദാലത്ത് വേദിയിൽ ഉണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളെ കേൾക്കാതെയാണ് വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തെന്ന് ഭരണസമിതി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ദീർഘവീക്ഷണമില്ലാതെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിക്കുന്ന റോഡുകൾ രജിസ്ട്രേഷൻ ഇല്ലാതെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കരാർ നൽകിയത് കാരണം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ഘട്ടം ഘട്ടമായി മുഴുവൻ റോഡുകളും റീടാർ ചെയ്യുന്നതിന്റെ ഭാഗമായി 2023-24 വാർഷിക പദ്ധതിയിലെ വിവിധ വാർഡുകളിൽപ്പെട്ട 4 റോഡുകൾ ഉൾപ്പെട്ട 7 പ്രവൃത്തികൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ടെൻഡർ ചെയ്തിരുന്നു. ഇതുവരെ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ലാത്ത ഒരു രൂപ പോലും ചെലവഴിക്കാത്ത കാര്യത്തിലേക്ക് മന്ത്രിയും കൂട്ടരും വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തിരിക്കുന്നെന്നും വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ കൂടി ചെയ്തു തരണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു. വാർഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ഹസീന ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് KP വേലായുധൻ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ജാഫർ പുതുക്കുടി, ലൂബി റഷീദ് എന്നിവർ സംബന്ധിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.